അഡ്രിയൻ ലൂണ, ആ മനുഷ്യനെ കുറിച്ച് മാത്രമാണ് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ISLന്റെയും ഈ സീസൺ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രിയൻ ലൂണ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വല്ലാത്തൊരു സങ്കടം കാര്യങ്ങളൊക്കെ. ലോണിലാണ് പോയിരിക്കുന്നത്. ലോണിലുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ക്ലബിലേക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരു എഗ്രിമെന്റ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു വിഷമം തോന്നാറുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇനി അഡ്രിയൻ ലൂണ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ചോദിക്കണം, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആണോ എന്നുള്ളത്. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഒരു മലയാളി താരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനും കളിക്കാനും അതിൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല, പേയ്മെന്റിന്റെ കാര്യത്തിലാണ് അങ്ങനെ കുറച്ച്, ഞാനതിന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും ഭയങ്കര പ്രശ്നമാണ്. സോ ഇപ്പോൾ അവിടെ നിൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ലൂണ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിലുള്ള ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിയെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബുകളെല്ലാം ട്രോഫി അടിച്ചിട്ടുണ്ട്. ആൻഡ് അത് ട്രോഫി അടിച്ചു എന്നുള്ളത് മാത്രമല്ല കേട്ടോ, സ്വപ്നം കാണാൻ പറ്റും. ഇപ്പൊ കൊടുക്കുന്നതിന്റെ ഇരട്ടി റേറ്റിനാണ് ലൂണയെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ISL ക്ലബ്ബുകൾ വന്നിട്ടുള്ളത്. ലൂണയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവായിരുന്നു, പക്ഷെ പോയില്ല. ആൻഡ് നമ്മുടെ ക്ലബ്ബും ലൂണയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇല്ലാന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പുള്ളി ഇവിടെ നിന്നു, നമ്മുടെ മജീഷ്യനായി, നമ്മുടെ ക്യാപ്റ്റനായി. ആൻഡ് ഇപ്പോൾ ലോണിലാണ് പോയത് എന്നുണ്ടെങ്കിലും എന്താണെന്ന് അറിഞ്ഞുകൂടെ ഒരു വിഷമം തോന്നുന്നുണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കിത് പുതുമയല്ല. ഈ സീസണിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തോ അതിൽ മാത്രം ഒരു വിഷമം അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ?